ബിജു നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് നമുക്ക് നോക്കാം. ബന്ദ് സക്സസ് സേവ് ഫാമേഴ്സ് എസി ടു ടേക്ക് അപ്പ് കേസ് ടുഡേ എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് പഞ്ചാബിൽ ഒരു ഫാമർ ഫാസ്റ്റിംഗ് അൺ ടു ഡെത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ് ഹെൽത്ത് കണ്ടീഷൻ ഈസ് ഗോയിങ് വെരി ബാഡ്, ആക്ച്വലി ഡിറ്റീറിയേറ്റിംഗ് എവറി ഡേ. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി അത് പഞ്ചാബ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പുള്ളിയെ ടേക്ക് കെയർ ചെയ്യാൻ. പക്ഷേ ഫാമേഴ്സ് അത് അലോ ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ട്. MS സ്വാമിനാഥൻ എല്ലാവർക്കും അറിയാം, ഭാരത് രത്ന റെസിപ്പിയന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. ഹി റീസെന്റ് പാസ്ഡ് അവേ. അദ്ദേഹത്തിന്റെ കുറെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ന് വെച്ചാൽ ലീഗൽ ഗ്യാരണ്ടി ഓഫ് MSP ആണ്. ലീഗൽ ഗ്യാരണ്ടി ഓഫ് MSP. MSP മീൻസ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഫാമേഴ്സ് ആർ ഗെറ്റിംഗ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫ്രം Government of India for certain agricultural crops like paddy, wheat, sugarcane, maize, etc., groundnut, etc. So they are asking for legal guarantee of MSP, minimum support price. A minimum support price എന്ന് പറയുന്നത് 100 kilogram, that is 1 quintal. 1 quintal paddy sell ചെയ്യുമ്പോൾ this much amount will be given to the farmer എന്നൊരു assurance Government of India is giving. That is known as MSP, minimum support guarantee. For each and every quintal of paddy, each and every quintal of wheat, maize, groundnut, etc., Government of India is giving an assurance that this much amount will be given. That is the MSP, minimum support price. And for Government of India, CCEA is approving minimum support price for the crops like paddy, wheat, etc. CCEA is Cabinet Committee on Economic Affairs. What is CCEA? Cabinet Committee on Economic Affairs. And you should understand who is the chairman of CCEA. Chairman of CCEA, Cabinet Committee on Economic Affairs, is Prime Minister of India. Right now it is Narendra Modi, CCEA chairman. And CAP is another body which is giving input to CCEA. CACP is another body which is giving input to CCA, Cabinet Committee on Economic Affairs, for declaration of minimum support price. Appa CACP endaanu arikana, Commission for Agriculture Cost and Pricing. What is CACP? Commission for Agriculture Cost and Pricing. Avarke ulla expertise to understand various input costs of paddy, wheat, anganella agriculture crops inda. അവര് ഇൻപുട്ട് കൊടുത്താലേ CCA അല്ലെ പ്രൈം മിനിസ്റ്റർ മോഡിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെയുള്ള ക്യാബിനറ്റ് കമ്മിറ്റിയിലുള്ള മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് എന്തറിയാം? അവർക്കറിയാമോ ക്വിന്റലിന് എത്ര ഡിക്ലെയർ ചെയ്താൽ ഫാമേഴ്സിന് അത് പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നൊക്കെ. സോ CACP is giving the input to CCEA for a declaration of MSP, minimum support price. അപ്പൊ അതിനൊരു ലീഗൽ ഗ്യാരണ്ടി, ഒരു നിയമത്തിന്റെ എന്താ പറയുന്ന ഒരു ബാക്കപ്പ് വേണമെന്നാണ് ഇവർ പറയുന്നത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ is not ready to give such kind of a legal backup for MSP. That's why these farmers are protesting. That's why they are this particular farmer is fasting. അതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് ന്യൂസ്. ഇനി രണ്ടാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാല് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസ് ആണ്. ISRO's ഡോക്കിംഗ് മിഷൻ ഓൺ സ്പേസ് ക്രാഫ്റ്റ് റീച്ച് റൈറ്റ് ഓർബിറ്റ് എന്ന് പറയുന്ന ന്യൂസ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞായിരുന്നു, സ്പെയ്ഡെക്സ് എന്ന് പറഞ്ഞ ISROയുടെ ഒരു മിഷൻ. സ്പെയ്ഡെക്സ് D ക്യാപിറ്റൽ ആണ്. സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന മിഷൻ ഇതെന്താണ്? ഇതിൽ 2 സാറ്റലൈറ്റ്സ് ആണ് ഉള്ളത്, SDX-01 SDX-02. ഇതിൽ ഒരെണ്ണം ടാർഗറ്റും ഒരെണ്ണം ചേസറുമാണ്. ഇത് രണ്ടിനെയും കൂടെ കൊണ്ട് ഈ ISROയുടെ PSLV C60 ആണെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, PSLV C60 എന്ന് പറഞ്ഞ ലോഞ്ച് വെഹിക്കിള് അതിന്റെ പർട്ടിക്കുലർ ഓർബിറ്റിൽ ലോഞ്ച് ചെയ്യും. അവിടെ നിന്ന് ഇത് രണ്ടും കൂടെ കുറച്ച് ദിവസം അവിടെ കിടന്ന് കറങ്ങിയിട്ട് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കപ്പെടും. ഈ 2 സാറ്റലൈറ്റ്സും കൂടെ, SDX-01 SDX-02 കൂടെ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇതെന്ന് വെച്ചാല് നമുക്ക് ഭാവിയിൽ നമ്മളുടെ സ്പേസ് മിഷൻസ്, ഇന്ത്യ ഈസ് എയിമിംഗ് ടു ബിൽഡ് എ സ്പേസ് സ്റ്റേഷൻ ബൈ 2035-40 in the space. Also India is planning moon mission. India is planning interplanetary missions. For all those missions, India needs the technology of docking of various parts together. അതിന് ഈ ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മിഷൻ, ഈ സ്പെയ്ഡെക്സ് എന്ന് പറയുന്ന മിഷൻ ലോഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഒരു മൊമെന്റ് വരെയും അത് വർക്കിംഗ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇനി January 7th കൂടിയാണ് ഇതിന്റെ ഫൈനൽ പരിപാടികളൊക്കെ നടക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ രാജ്യമായിട്ട് മാറി ഈ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒന്ന് USA, ഒന്ന് റഷ്യയും, അത് രണ്ടും എന്തായാലും ഉണ്ട്. 3ാമത്തെ ചൈന ആണെന്നാണ് എന്റെ വിശ്വാസം. 4th ഇന്ത്യ ആവും. ഓക്കെ,
പിന്നെ ഉള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽസ് ഗെറ്റ് ഷോർട്ട് ഷ്രിഫ്റ്റ് ഇൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് എന്ന ന്യൂസ് ആണ്. അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറഞ്ഞാല് ഈ സാധാരണ ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ ഉണ്ടാവുന്ന എങ്ങനെയാണ് പാർലമെന്റിന്റെ അകത്ത് ഗവൺമെന്റ് വിൽ ഇൻട്രൊഡ്യൂസ് ബിൽസ് ഇൻ ദ ലോക്സഭ ഓർ രാജ്യസഭ ആൻഡ് ദാറ്റ് വിൽ ബി ഗെറ്റ് പാസ്ഡ് ഇൻ ദ ഹൗസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ പാസ് ഓൺ ടു ദ അതർ ഹൗസ്. ഇപ്പൊ ലോക്സഭയിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെങ്കിൽ അവിടെ പാസ് ആയതിനു ശേഷം ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ അതർ ഹൗസ് രാജ്യസഭ ആൻഡ് ദർ ഓൾസോ ഇറ്റ് വിൽ ബി പാസ്ഡ്. ഫൈനലി പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുന്ന നിയമമാകുന്നു. അത് ഗവൺമെന്റ് ആയിരിക്കും എപ്പോഴും ആ ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോ 1 നേഷൻ 1 ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ ബില്ല് ഗവൺമെന്റ് അവതരിപ്പിച്ച, പക്ഷേ ഒപ്പോസിഷൻ പാർട്ടിയിലെയോ റൂളിംഗ് പാർട്ടിയിലോ ഏത് പാർട്ടിയിലോ ആവട്ടെ ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു MP-ക്ക് ഒറ്റയ്ക്കൊരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഇവിടുത്തെ തിരുവനന്തപുരത്ത് MP ആണെങ്കിൽ ഐ ക്യാൻ പ്രസന്റ് എ ബിൽ വിത്ത് ദ കൺസെന്റ് ഓഫ് ലോക്സഭ സ്പീക്കർ ഇഫ് ഐ എം ലോക്സഭ MP. രാജ്യസഭ MP ആണെന്നുണ്ടെങ്കിൽ രാജ്യസഭ ചെയർമാന്റെ കൺസെന്റോടുകൂടി ഐ ക്യാൻ പ്രസന്റ് എ ബിൽ ഇൻ ദ രാജ്യസഭ. അതിനാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറയുന്നത്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഇതിന്റെ മെയിൻ ഉദ്ദേശം വേറൊന്നും അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് ഗവൺമെന്റിന്റെ നേഷന്റെ അറ്റൻഷൻ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും അത് ഭാവിയിൽ പല നിയമങ്ങൾക്കും ഉള്ള എന്താ പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ശശി തരൂരൊക്കെ മുമ്പ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ബില്ലിനുള്ള സ്പേസ് ഇന്ത്യൻ ലോക്സഭയിലും രാജ്യസഭയിലും കുറയുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചൊരു കണക്കാണ്, അല്ല വേറെ ഒന്നും പറയാല്ല. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്താണെന്ന് പറയാൻ വേണ്ടി അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട വലിയൊരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ഫോമർ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഡൈഡ് അറ്റ് 100 years of old. അദ്ദേഹം 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 1924 ജനിച്ച മനുഷ്യനാണ്. 2024 ഈ വർഷം അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ 100th ബർത്ത് ആനിവേഴ്സറി കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം മരിച്ചു. അദ്ദേഹം 1976 തൊട്ട് 1980 വരെ US ഭരിച്ച ഭരണാധികാരിയാണ് ജിമ്മി കാർട്ടർ. അപ്പം അതും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അവിടെ ഉള്ള നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു അതിശയം തോന്നും, ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു ബിഗിനിങ്ങിൽ. ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമൊക്കെ ആവുന്ന ഏതാണ്ട് ആ സമയത്തൊക്കെ. അപ്പൊ ഷെയ്ഖ് അബ്ദുള്ളയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, പിന്നെ ചീഫ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു. ഹീസ് ദ ഫൗണ്ടർ ഓഫ് National Conference, the ruling party of Jammu and Kashmir. Now the ruling party of Jammu and Kashmir is National Conference and its chief minister is Omar Abdullah. His grandfather is Sheikh Abdullah. അദ്ദേഹത്തിന്റെ മകൻ ഫറൂഖ് അബ്ദുള്ള, അദ്ദേഹവും ജമ്മുവിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിന്റെ. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഒമർ അബ്ദുള്ളയാണ് ഇന്ന് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രൊട്ടസ്റ്റ് റോക്ക് രാജസ്ഥാൻ ഓവർ ഡിസൊല്യൂഷൻ ഓഫ് 9 ന്യൂലി ക്രിയേറ്റഡ് ഡിസ്ട്രിക്ട്സ്. അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. അത് രാജസ്ഥാനിലൊരു ഇന്റേണൽ ഇഷ്യൂ ആണ്. അവിടെ ഒരു 9 ഈ ഇടയ്ക്ക് 10-17 ഡിസ്ട്രിക്ട് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ഇപ്പൊ BJPയുടെ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വമുള്ള BJPയുടെ ഗവൺമെന്റ് വന്നപ്പോൾ അവർ അതിൽ കുറെ ഡിസ്ട്രിക്റ്റുകൾ ഇന്നലെ വേണ്ടെന്ന് വെച്ചു. അതിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ്. പിന്നെന്താണ് വേറെ ഇല്ല, വേറെ ഒന്നും പറയാൻ പ്രത്യേകിച്ച് ഇല്ല ആ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെയും ഒന്നും പറയാനില്ല. പവൻ കല്യാണിന്റെ ഒരു ഫോട്ടോ കാണാം. ഹു ഇസ് പവൻ കല്യാൺ? പവൻ കല്യാൺ ഈസ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാ? ചന്ദ്രബാബു നായിഡു ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് പവൻ കല്യാൺ ഈസ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് കറൻസി കൺസേൺസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ ഈസ് ഡിപ്രീഷിയേറ്റിംഗ് അഗെയിൻസ്റ്റ് ഡോളർ. ഇൻ ദ ലാസ്റ്റ് മന്ത് Indian rupee value against dollar was around 84.8 rupees. Now it is around 85.5 rupees. So rupee is continuously depreciating against US dollar. Why it is happening so? That is what the topic of discussion in the first editorial. Okay, അപ്പോൾ അതിൽ എത്രയേ ഉള്ളൂ. മെയിൻലി നമ്മളുടെ റുപ്പിയുടെ വാല്യൂ കുറയാൻ കാരണം ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അവരെ FIIs എന്ന് പറയും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആർ വിത്ഡ്രോയിങ് ദെയർ മണി.
ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർ കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ വിത്ഡ്രോയിങ് ദെയർ മണി ഫ്രം ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മെയിൻലി ബിക്കോസ് ഓഫ് ദ fact that they are getting more profit from China, because China government recently implemented some റിഫോം എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ചില പാക്കേജുകൾ ഇംപ്ലിമെന്റഡ്. ആ പാക്കേജുകൾ ചൈനയുടെ ഷെയർ മാർക്കറ്റിനെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കി മാറ്റി. ദാറ്റ്സ് വൈ ദേ ആർ വിത്ഡ്രോയിങ് ഫ്രം ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് റീഇൻവെസ്റ്റിംഗ് ദാറ്റ് മണി ഇൻ ദ ചൈനീസ് മാർക്കറ്റ്. അപ്പൊ അതൊരു കാരണമാവുന്നുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ മൂവ്മെന്റ് വഴിയാണ് അദ്ദേഹം അവിടെ പ്രസിഡന്റ് ആയത്. അപ്പൊ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും US എക്കോണമിക്ക് കൂടുതൽ ഒരു ഉണർവ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ US ഡോളർ ശക്തമാകുന്നത് മറ്റൊരു റീസൺ ആണ്. വേറൊരു റീസൺ എന്ന് പറയുന്നത് ട്രംപ് ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് നേഷൻസിന് ഒരു വാർണിംഗ് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ബ്രിക്സ് സമ്മിറ്റ് റഷ്യയിലെ കസാനിൽ വെച്ച് നടക്കുമ്പോൾ, ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ദ സിറ്റി ഓഫ് കസാൻ, റഷ്യ, ഐ തിങ്ക് ഇൻ ദ മന്ത് ഓഫ് നവംബറിലോ ഒക്ടോബറിലോ അങ്ങോട്ടായിരുന്നു ഈ ബ്രിക്സ് സമ്മിറ്റ് നടന്നത്. അപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുട്ട് ഫോർവേഡ് an idea to make a new currency, BRICS currency, for de-dollarization of world economy. വേൾഡ് എക്കോണമിയുടെ de-dollarization വേണ്ടിയിട്ട് ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന കറൻസി ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് വ്ളാഡിമിർ പുടിൻ ആ ഒരു ഐഡിയ കൊണ്ടുവന്നു. മറ്റ് ബ്രിക്സ് നേഷൻസ് ഒന്നും അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും ട്രംപിനെ അത് പ്രകോപിപ്പിച്ചു. ട്രംപ് പറഞ്ഞു, if there is a project of de-dollarization by the BRICS countries, then these BRICS countries will bear the brunt of America. ആ ഒരു ആക്ഷന്റെ ആ ഒരു റീറ്റാലിയേറ്ററി ആക്ഷൻ they will take against all these economies, ഇന്ത്യ, റഷ്യ, ചൈന, ബ്രിക്സിലെ മറ്റു രാജ്യങ്ങൾ, അവർക്ക് എല്ലാവർക്കും എതിരെ. അപ്പം അത് 100% താരിഫ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്ട്സിന് ചുമത്തിക്കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതും ഈ പറഞ്ഞ US കറൻസിയുടെ വാല്യുവേഷൻ കൂട്ടാൻ കാരണമായെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെ കുറെ കാരണങ്ങളാണ് പറയുന്നത്. പിന്നെ പക്ഷെ അത് ഇന്ത്യ തന്നെ പറഞ്ഞു. ഇന്ത്യയുടെ അന്നത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു, ഇന്ത്യ ഹാസ് നോ സച്ച് ഐഡിയ, ഇന്ത്യ ഇസ് നോട്ട് എൻഡോഴ്സിംഗ് സച്ച് കൈൻഡ് ഓഫ് ഐഡിയാസ് ലൈക്ക് de-dollarization ആൻഡ് ഓൾ എന്ന് പറഞ്ഞെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതുവരെയും വന്നിട്ടില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്ത് ആ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്യണം എന്നൊക്കെയുള്ള ഇതും പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വന്നാലും ഇന്ത്യയുടെ റുപ്പി എഗെയിൻസ്റ്റ് ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ പല റീസൺസ് കൊണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വരുന്നതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നൊരു സംഭവമുണ്ട്, CAD എന്ന് പറയും, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. വാട്ട് ഈസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഡിഫറൻസ് ഇൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഈസ് കറണ്ട് അക്കൗണ്ട് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, അതിന് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയും. ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ള വാല്യൂന്റെ ഡിഫറൻസിനെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് റെമിറ്റൻസസും ഇൻവേർഡ് റെമിറ്റൻസസും തമ്മിലുള്ള വാല്യൂടെ ഡിഫറൻസ് ആണ്. ഔട്ട്വേർഡ് റെമിറ്റൻസ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ട്രേഡിലെ റെമിറ്റൻസും വരും. അതല്ലാതെ ഒരുപാട് രീതിയിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നുണ്ട്, അതാണ് ഔട്ട്വേർഡ് റെമിറ്റൻസസ്. ലൈക്ക് വൈസ് ഇന്ത്യ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻവേർഡ് റെമിറ്റൻസസ് ഓൾസോ ത്രൂ ട്രേഡ്, ത്രൂ salary of Indian citizens. In many ways India is getting inward remittances also. So if there is a difference between outward remittances and inward remittances, then there will be a deficit. That is current account deficit. Outward remittances കൂടിയും ഇൻവേർഡ് റെമിറ്റൻസ് കുറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അതൊരു ഡെഫിസിറ്റ് ആണ്, അതിനെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പൊ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടിയിരിക്കുമ്പോൾ സംഭവം എന്ത് സംഭവിക്കും? ഔട്ട്വേർഡിലേക്ക് പണം കൂടുതലായിട്ട് പോകും. ആ പണം സ്വാഭാവികമായിട്ട് ഡോളർ ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ഡോളറിന്റെ ഒഴുക്ക് വെളിയിലേക്ക് കൂടുകയും ഡോളറിന്റെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് കുറയുകയും ചെയ്യും. അപ്പൊ ഡോളർ കൂടുതലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, ഡോളർ കൂടുതലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് RBIയുടെ കയ്യിരിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യപ്പെടും. അപ്പോഴും ഡോളർ ശക്തി പ്രാപിക്കും എഗെയിൻസ്റ്റ് രൂപ. ഓക്കെ, അപ്പൊ അതെല്ലാം റീസൺസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഇതിനകത്ത് പിന്നെ ഫസ്റ്റ് എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയല് ക്യൂൻസ് ഗാംബിറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ക്യൂൻസ് ഗാംബിറ്റ് അതെന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ചെസ്സിനെ കുറിച്ചാണ്. I spoke in length about India's achievements in the global chess arena in the year of 2024.
India is the most successful nation in the year of 2024 in the world of chess. There is no doubt in that because India won World Chess Olympiad in the men's category and women's category. India won Classical Chess World Championship. D. Gugesh won Classical Chess Championship for India in the last month, and he became the youngest World Chess Champion. And now Koneru Khambi, the 37-year-old grandmaster from Andhra Pradesh, won a World Rapid Chess Championship, and she's winning the World Rapid Chess Championship for the second time. In 2019 also she won the World Rapid Chess Championship. This editorial is about India's tremendous achievements in the arena of world chess. ഇന്ത്യയുടെ ഈ ചെസ് ഒളിമ്പ്യാഡിൽ തന്നെ മെന്നിനും വിമനിന്റെയും കാറ്റഗറിയിൽ ഒരേ വർഷം വിൻ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഇന്ത്യക്ക് അല്ലാതെ വേറെ 2 നേഷൻസിനെ കിട്ടിയിട്ടുള്ളൂ. മറ്റ് 2 നേഷൻസ് എന്ന് പറഞ്ഞാൽ ചെസ്സിലെ ഒരു കാലത്ത് സൂപ്പർ പവർ ആയിരുന്ന USSR, ദാറ്റ് ഈസ് സോവിയറ്റ് യൂണിയൻ, ആൻഡ് ദ അനദർ കൺട്രീസ് ചൈന. ചൈനയും സോവിയറ്റ് യൂണിയനും മാത്രമേ വേൾഡ് ചെസ് ഒളിമ്പ്യാഡിൽ മെയിൽ കാറ്റഗറിയിലെയും ഫീമെയിൽ കാറ്റഗറിയിലെയും ടൈറ്റിൽസ് ഒരുമിച്ച് വിൻ ചെയ്തിട്ടുള്ളൂ. ഒരു സമയത്ത് സോവിയറ്റ് യൂണിയന് ചെസ്സിലുണ്ടായിരുന്ന ഡോമിനൻസ്, ഗാരി കാസ്പറോവ്, അനറ്റലി കാർപ്പോവ്, ഗാറ്റ കാംസ്കി, മെനി വേൾഡ് ബീറ്റിംഗ് ചെസ് പ്ലേയേഴ്സ് വെർ ദർ ഇൻ ഫോമർ സോവിയറ്റ് യൂണിയൻ. അപ്പൊ ആ ഒരു ഡോമിനൻസിലേക്ക് ഇന്ത്യയുടെ ചെസ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് നൗ പ്രഗ്നാനന്ദ, വി ഹാവ് നൗ അർജുൻ നിഗാസി, ഡി ഗുഗേഷ്, Vidit Gujarati, this Koneru Khambi, Tanya Sachdev, then D Harika, a lot of players are there. അപ്പോൾ ആ ഒരു ഡോമിനൻസിലേക്ക് ഇന്ത്യ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യക്ക് നല്ലൊരു എനേബിളിംഗ് ആയിട്ടുള്ള ഒരു ചെസ് ഫെഡറേഷനും ഉണ്ട്. ആ ചെസ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ, അതിന് അവരുടെ പ്രവർത്തനങ്ങൾ ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ആണെന്ന് തോന്നുന്നത്. AICF എന്നാണ് ഇന്ത്യയുടെ ചെസ് ഫെഡറേഷന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. വേൾഡ് ചെസ് ബോർഡിന്റെ പേര് ഫിഡെ എന്നാണ്, ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഫിഡെ. ഇന്ത്യയുടെ AICF ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, ഒപ്പം പേരന്റൽ സപ്പോർട്ട്, പേരൻസ് ആർ വെരി മച്ച് റെഡി ടു സപ്പോർട്ട് ദെയർ ചിൽഡ്രൻ for learning the intricacies of chess, and also good chess academies are there because a lot of Indian grandmasters are there, and they are running, many of them are running chess academies now. Even Vishwanathan Anand is a mentor, and he's also having a chess academy in Chennai. So all these factors are contributing to the tremendous success of Indian chess players, and a lot of world beating chess players are emerging from shadows. ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, India's chess growth is restricted to some pockets, especially Tamil Nadu. Tamil Nadu is producing maximum number of grandmasters in India. മറ്റ് സ്റ്റേറ്റുകൾ ഒരു പരിധിവരെ തെലുങ്കാനയും ആന്ധ്രയും കൂടെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ കേരളവും പറയാം, കേരളത്തിൽ കുറച്ച് ചെസ് പ്ലേയേഴ്സ് ഉണ്ട്. ബട്ട് ഫ്രം നോർത്ത് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ ലൈക്ക് പ്ലേസസ്, ഇന്ത്യ ഇസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ടാലൻറ്റ്. സോ ആ ഭാഗത്തേക്കും ചെസ്സിൽ ആ പ്രദേശങ്ങളിലേക്കും ഇന്ത്യയുടെ ഗ്രോത്ത് കൊണ്ടുപോയാൽ മാത്രമേ ഇന്ത്യയിൽ എന്നും ചെസ്സിലെ ഡോമിനൻസ് ഇന്ത്യക്ക് നിലനിർത്താൻ പറ്റുള്ളൂ എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എഡിറ്റോറിയൽ വളരെ എളുപ്പമാണ്. പിന്നെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ദ ഷെയ്ഖ് ഹസീന എക്സ്ട്രഡിഷൻ ഡിമാൻഡ് ഇന്ത്യസ് ഓപ്ഷൻ. ഷെയ്ഖ് ഹസീനയെ എക്സ്ട്രഡിറ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന്, അതായത് അവരെ കുറ്റവാളിയായിട്ട് കൈമാറ്റം ചെയ്യണം. ഷെയ്ഖ് ഹസീന ഈസ് എ വാണ്ടഡ് ക്രിമിനൽ ഇൻ ബംഗ്ലാദേശ് ഫോർ actions against, for the alleged violence against, alleged criminal activities against humanity എന്നാണ് വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബംഗ്ലാദേശിന് ഇന്ത്യക്ക് ഇടയിൽ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി തന്നെ ഉണ്ട്, ഒരു കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന കരാറുണ്ട്. പക്ഷെ അതനുസരിച്ച് ഷെയ്ഖ് ഹസീനെ ഇന്ത്യ കൈമാറ്റം ചെയ്യാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമുള്ള, ഇന്ത്യ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലീഡറാണ് ഷെയ്ഖ് ഹസീന. അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്സ്ട്രഡിഷൻ ട്രീറ്റിൽ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആക്ട്സിന്റെ പേരിൽ എക്സ്ട്രഡിഷൻ ആവശ്യം വന്നാൽ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഷെയ്ഖ് ഹസീന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു, അവരുടെ ആക്ഷൻസിന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്, അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ഈ ഫെയർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു ട്രയൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പം ഈ എക്സ്ട്രഡിഷൻസിന്റെ ഇന്റർനാഷണൽ നോംസ് നോക്കുമ്പോൾ തന്നെ, ഇഫ് ദ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ഫെയർ ട്രയൽ, then there is no need for the country concerned to accept the extradition request എന്നൊരു ഇതുണ്ട്. എന്തോ റോം സ്റ്റാറ്റ്യൂട്ടോ വിയന്ന കൺവെൻഷൻ അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഇന്ത്യ അതിലൊന്നും സിഗ്നറ്ററി ഒന്നും അല്ല. ഈവൻ ഇഫ് ഇന്ത്യ സിഗ്നറ്ററി, then also no need for India to extradite Sheikh Hasina because she is not going to get a fair trial in Bangladesh. അപ്പോൾ ഒരു ഫെയർ ട്രയൽ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ വേണമെങ്കിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം മോശമാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ ഓൺലൈൻ വഴി വീഡിയോ കോൺഫറൻസിങ് വഴി ഈ ട്രയൽ അറ്റൻഡ് ചെയ്യാൻ അനുവദിക്കാം. അവർക്ക് അവിടെ ഒരു വക്കീലിനൊക്കെ ബംഗ്ലാദേശിൽ അവർക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തുകൊണ്ട്, എന്നിട്ട് അവരുടെ പണിഷ്മെന്റ് വേണമെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് പണിഷ്മെന്റ് എന്തായാലും വരും എന്നുള്ള ഒരു ഉറപ്പാണ്. അവർ ഈ ഗിൽറ്റി ആണെന്ന് കണ്ടെത്തിയാൽ, അവിടുത്തെ കോർട്ട് ചിലപ്പോൾ ഗിൽറ്റി ആണെന്ന് കണ്ടെത്താൻ എനിക്ക് സാധ്യത. അപ്പൊ അവർക്ക് പണിഷ്മെന്റ് ഇന്ത്യയിൽ വേണമെങ്കിൽ അനുഭവിക്കാം. അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് ഈ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ്. പിന്നെ വേണമെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC ഉണ്ടല്ലോ, UN കോർട്ടാണ് ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അത് ഹേഗ് നെതർലാൻഡ്സിലാണ്. അവർക്ക് വേണമെങ്കിൽ ഈ കേസിൽ ഇടപെട്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ ട്രയൽ വേണമെങ്കിൽ നടത്താനുള്ള ഓപ്ഷൻസും ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്, ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. സോ വാട്ട് എവർ മേ ബി ദ കേസ്, ഷെയ്ഖ് ഹസീനാസ് extradition request was received by Government of India. Government of India didn't respond to that request from the ബംഗ്ലാദേശ് ഗവൺമെന്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുവരെയ്ക്ക് അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അവർ എക്സ്ട്രഡിറ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സ്റ്റേറ്റ്സ് ആൻഡ് ദ ഡേഞ്ചർ ഓഫ് പോർലി മാനുഫാക്ചർഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് യഥാർത്ഥത്തില് കർണാടക സ്റ്റേറ്റിൽ ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലൊരു മിനിസ്റ്റർ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അത് നിങ്ങൾ വായിച്ച് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇന്ത്യയിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ ചില പ്രശ്നങ്ങളാണ് ഇതിന്റെ അത് പറഞ്ഞത്. ഇന്ത്യസ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് 1940 എന്നൊരു ആക്ട് ഉണ്ട്. ബട്ട് ഇറ്റ് ഹാസ് സം പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് കാരണം ഔട്ട്സൈഡ് സ്റ്റേറ്റുകളിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന മെഡിസിൻസ് ഒക്കെ ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ മാനുഫാക്ചർ ചെയ്യപ്പെട്ട മെഡിസിൻ ആണെന്ന് കരുതിക്കോ, അത് അവിടെയാണ് ടെസ്റ്റ് ചെയ്ത് അവിടുത്തെ റെഗുലേറ്ററാണ് ലൈസൻസ് കൊടുക്കുന്നത്. ആ ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇന്ത്യ മൊത്തം മരുന്ന് വിൽക്കാം. പക്ഷെ ആ മരുന്നിന് എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ പോലും ആ കമ്പനിയെ ബാൻ ചെയ്യാനുള്ള അവകാശം ഇപ്പം അഫക്റ്റഡ് സ്റ്റേറ്റിലെ റെഗുലേറ്ററൊന്നും ഇല്ല. അതിന്റെ കുറെ വിഷയങ്ങളാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട്സ് 1940 കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ വായിച്ചു നോക്കുക. എല്ലാം കൂടി ഡിസ്കസ് ചെയ്യേണ്ട സമയമില്ല. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇത് നല്ലൊരു ആർട്ടിക്കിളാണ്. ഇതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. UPI ഡിയോപോളീസ് റൈസ് ആൻഡ് മാർക്കറ്റ് വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. UPI നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്, ബ്യൂട്ടിഫുൾ ഇന്നോവേഷൻ ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ that enhanced India's reputation also in the realm of digital payments. Now India is the global leader of digital payments. India is far ahead of all other nations in the field of digital payment, only because of the invention of UPI, Unified Payments Interface, by National Payment Corporation of India. Around 30% of India's population is using UPI, Unified Payments Interface. Still 70% of population is outside UPI, Unified Payments Interface. പക്ഷെ ആ 70% പോപ്പുലേഷനെ കൂടെ UPIക്ക് അകത്തേക്ക് കൊണ്ടുവരാൻ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഫസ്റ്റ് challenge is India's UPI sector is dominated by two players. You all know that. Who are those two players? The first one is GPay by Google and PhonePe by Walmart. PhonePe owner ആണ് Walmart. Previously Flipkart ആയിരുന്നു. ഫ്ലിപ്കാർട്ടിനെ Walmart അക്വയർ ചെയ്തപ്പം അമേരിക്കൻ കമ്പനിയെ വാൾമാർട്ടിന് അണ്ടറിലായി PhonePe. വാൾമാർട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനിയാണ് വാൾമാർട്ട്. GPay എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ആണ്. ഇവരുടെ ഡോമിനൻസ് ആണ്. 85% ഓഫ് ഇന്ത്യസ് UPI ട്രാൻസാക്ഷൻ ആർ ടേക്കിംഗ് പ്ലേസ് through these two platforms, GPay and PhonePe. 85%. The remaining 15% is only shared by all other players, including third positioned Paytm. Paytmന് 7.5% ഷെയറേ ഉള്ളൂ. അപ്പൊ ഇത് ഒരു ഡിയോപ്പൊളി സൃഷ്ടിക്കുന്നു. മൊണോപ്പൊളി എന്ന് പറയാൻ പറ്റില്ല, ഡിയോപ്പൊളി സൃഷ്ടിക്കുന്നു. ഈ ഡിയോപ്പൊളി വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഒരെണ്ണം ഇന്നോവേഷൻസ് പിന്നെ ഉണ്ടാവത്തില്ല. ബിക്കോസ് ഓൾറെഡി ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് പ്ലേയേഴ്സ് ആൻഡ് there is no need for further innovation. Then even if they won't go for innovation, then also they can maintain that duopoly. അപ്പൊ അതുകൊണ്ട് ഇന്നോവേഷൻ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രണ്ട് ഫോറിൻ ഓൺഡ് കമ്പനീസ് ആണ്, രണ്ട് അമേരിക്കൻ കമ്പനീസ് ആണ്. അപ്പൊ ഇന്ത്യയിലെ സിറ്റിസൺസിന്റെ ഡേറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലത് ഈ പറഞ്ഞ രണ്ട് കമ്പനികളുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പം ഇത് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് അതൊക്കെ കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിൽ എത്രയും പെട്ടെന്ന് ഇന്റർവീൻ ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് ട്രൈ ടു ക്രിയേറ്റ് ആൻ ഇക്കോസിസ്റ്റം ഫോർ all the new entrants and for also small players to എന്താ പറയുന്ന ഒരു
ഇവർക്ക് നന്നായിട്ട് ഈ ഫോൺ പേ ആയിട്ട് ഗൂഗിൾ പേ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു എനേബിളിംഗ് എൻവയോൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് പ്രൊവൈഡ്. അപ്പം എന്നാലേ പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒക്കെ ഈ പറഞ്ഞ UPI പേയ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവും. ഓൾറെഡി ഭാരത് പേയും അങ്ങനെയൊക്കെ ഉണ്ട്, ബട്ട് ദേ കനോട്ട് കോമ്പീറ്റ്, ദേ ആർ നോട്ട് ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ദീസ് ജയന്റ് കമ്പനീസ് ഫോൺ പേ ആൻഡ് ഗൂഗിൾ പേ. അതൊക്കെ ഈ പറഞ്ഞത്. പക്ഷേ ഓൾറെഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സമയം ഇനിയും എടുക്കും. 30% കൂടുതൽ മാർക്കറ്റ് ഷെയർ ഒരു കമ്പനിക്കും പാടില്ലെന്നാണ്. ഇപ്പൊ സത്യത്തിൽ 48% മാർക്കറ്റ് ഷെയർ ഫോൺ പേക്ക് ഉണ്ട്, 37% മാർക്കറ്റ് ഷെയർ GPayക്കും ഉണ്ട്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 30% മാർക്കറ്റ് ഷെയർ കൂടുതൽ ഒരു കമ്പനിക്ക് ആവാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേരുടെ 60% വരുള്ളൂ, ബാക്കി 40% ബാക്കി എല്ലാവരും കൂടെ ഷെയർ ചെയ്യാം. അപ്പം പിന്നെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വരും. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇനിയും സമയം കൊടുത്തിട്ടുണ്ട് RBI. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഓൺ ഇന്ത്യസ് ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് റോഹിംഗ്യ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗമുണ്ട്. ദേ ആർ ആക്ച്വലി Myanmar citizens, but because of the religious persecution they faced in Myanmar, they migrated to other countries as refugees. Some of them came to India also. Predominantly they migrated to Bangladesh because actually they are Bangladeshi origin Muslims. They origin Muslims ആണ്. അതുകൊണ്ട് they migrated, അല്ലെങ്കിൽ they went as refugees to Bangladesh. പക്ഷേ ഒരു മിനിസ്ക്യൂൾ നമ്പർ ഓഫ് റോഹിംഗ്യ മുസ്ലിംസ് ഫ്രം മ്യാൻമർ മൈഗ്രേറ്റഡ് ടു ഇന്ത്യ ഓൾസോ. പക്ഷെ ഇന്ത്യ അവർക്ക് വേണ്ട റെഫ്യൂജി പരിഗണനകളൊന്നും കൊടുക്കുന്നില്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇന്ത്യ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ റെഫ്യൂജി കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ റെഫ്യൂജീസായിട്ട് ബന്ധപ്പെട്ട വേറെന്തോ ഒരു ഇന്റർനാഷണൽ കൺവെൻഷനും ഉണ്ട്, അതൊന്നും ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല, ഇന്ത്യ സിഗ്നറ്ററി അല്ല. സോ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് പറഞ്ഞ് ഈ റോഹിംഗ്യ റെഫ്യൂജീസിനെ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. മിക്കവാറും എല്ലാവരെയും ഡിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. പക്ഷെ ബാക്കി ഇന്ത്യയിൽ കുറച്ച് ആൾക്കാരുള്ളവർക്ക് ഈ ബേസിക് ഫെസിലിറ്റീസ് പോലും കൊടുക്കാതെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലാണ് അവർ കഴിയുന്നത്. അപ്പം അവരുടെ ചില പ്രശ്നങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അവരുടെ ചില പ്രശ്നങ്ങളിൽ അവർ ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന NGOസിന് പോലും, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന് പോലും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യക്കകത്ത് ഇങ്ങനെ ഒരു നിയമമുണ്ട്, FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഇതനുസരിച്ച് NGOസിന് ഫോറിൻ കൺട്രീസിൽ നിന്ന് പണം സ്വീകരിക്കാൻ പറ്റും. അപ്പൊ NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ഈ റോഹിംഗ്യയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന NGOസിന് മിക്കവർക്ക് FCRA ലൈസൻസ് ഇപ്പൊ ഗവൺമെന്റ് റിവോക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഫോറിൻ ഫണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല അവർക്ക്. അപ്പൊ ഫോറിൻ ഫണ്ട് സ്വീകരിക്കാതെ പിന്നെ എങ്ങനെ അവർ NGOസിന് ഈ പറഞ്ഞ റോഹിംഗ്യാസിന് വേണ്ടി പ്രവർത്തിക്കും? അപ്പൊ അതും പ്രശ്നമാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നത്. പിന്നെ സുപ്രീം കോടതിയുടെ വിധികളും പലതും റോഹിംഗ്യാസിന് എഗെയിൻസ്റ്റ് ആണ്, അവരെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ഇടയ്ക്ക് ഉണ്ടായ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് CAAയിലും ഈ റോഹിംഗ്യ മുസ്ലിംസിനെ പരിഗണിക്കുന്നത്. റോഹിംഗ്യ മുസ്ലിംസിനെ എന്നല്ല, മറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന റെഫ്യൂജീസ് ആയിട്ട് വരുന്ന മുസ്ലിംസ് ഒഴികെയുള്ള ആൾക്കാർക്ക് മാത്രമേ CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് വെച്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കൂ. അപ്പോൾ ഇന്ത്യയുടെ ഓൾ government machineries and laws are against the Rohingya Muslims. That's why they are facing a lot of problems inside India, and this article is describing all those problems being faced by Rohingya Muslims in India. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വായിക്കാൻ താല്പര്യം ഇത് വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ ഇത് ജിമ്മി കാർട്ടറിന്റെ മരണത്തെ കുറിച്ചാണ്. നിങ്ങൾ കൂടുതൽ വായിക്കേണ്ട ആവശ്യമില്ല. ജിമ്മി കാർട്ടറിന് ഇന്ത്യയായിട്ടുള്ള ബന്ധം എന്തായിരുന്നൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. ജിമ്മി കാർട്ടർ US പ്രസിഡന്റ് ആയിരുന്നല്ലോ, ഫോമർ പ്രസിഡന്റ്. അതായത് ഇന്ത്യ വന്നപ്പോൾ ഒരു ഹരിയാനയിലെ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്തായിരുന്നു. ആ വില്ലേജിന്റെ പേര് തന്നെ പിന്നെ കാർട്ടർപുരി എന്നാക്കി. ജിമ്മി കാർട്ടറിന്റെ പേര് എന്റെ കാർട്ടർ എന്നുള്ള വാക്കെടുത്ത് കാർട്ടർപുരി എന്നാക്കി. അതിനെ കുറിച്ചുള്ള ന്യൂസുകൾ. പിന്നെ മ്യാൻമറും ഇന്ത്യയുമായിട്ടുള്ള ബോർഡർ, നോർത്ത് ഈസ്റ്റിലെ ഒരുപാട് ഏരിയയിൽ മ്യാൻമർ ഇന്ത്യയുടെ ബോർഡർ ഉണ്ട്. 1643 kilometers of border India is sharing with Myanmar in the northeastern region. It is of big concern for India because a lot of security issues are arising through these international borders with Myanmar. You all know that inside Manipur, Kuki, Meitei problem is there, and Kuki community is getting financial and all other kinds of support from the Kuki people in Myanmar. They are coming to India and supporting
these Manipuri cookie militants. That's why government of India decided to end FMR with Manipur. FMR means for free movement regime. FMR എന്ന് പറയുന്നത് ഫ്രീ ഇന്ത്യക്ക് ആകെപ്പാടെ മ്യാൻമറുമായിട്ട് മാത്രമുള്ള ഒരു സംഭവമാണ് FMR ഫ്രീ മൂവ്മെന്റ് റെജിം. അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ മ്യാൻമറിന്റെ ഇന്ത്യയുടെ ബോർഡറിൽ താമസിക്കുന്ന ആൾക്കാർക്ക് രണ്ട് സൈഡിലോട്ടും 16 കിലോമീറ്റർ വിസ ഇല്ലാതെ യാത്ര ചെയ്യാം, 16 കിലോമീറ്റർ വീതം ഫ്രീ മൂവ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഫ്രീ മൂവ്മെന്റ് റെജിം എന്നാണ് പേര് വന്നത്. ബട്ട് ഇന്ത്യ ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദാറ്റ് FMR ഫ്രീ മൂവ്മെന്റ് റെജിം ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എ ലോട്ട് ഓഫ് ആന്റി നാഷണൽ എലിമെന്റ്സ് ആർ ട്രാൻസിറ്റിംഗ് ബിറ്റ്വീൻ ദീസ് ടു ബോർഡേഴ്സ്. ഈ മ്യാൻമറിന്റെ ഇന്ത്യയുടെ ബോർഡറിൽ അവരത് മിസ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു FMR. അതിനെ കുറിച്ചൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. പിന്നെ വേറൊന്നും അവിടെ പറയാനില്ല. അതിൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ടിനെ കുറിച്ചൊരു ന്യൂസ് ഒക്കെ ഇവിടെ കാണാം. ഇന്ത്യ ഡിഫൻസിൽ ഇപ്പൊ 21,000 ക്രോഡ്സിന്റെ ഡിഫൻസ് എക്സ്പോർട്ട് ആണ് ഇന്ത്യ ഒരു വർഷം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വാണ്ട്സ് ടു മേക്ക് ദ ഡിഫൻസ് എക്സ്പോർട്ട് ടു അറൌണ്ട് 50,000 crores by the year of 2029. If you are getting a question like this, by 2029 India wants to make our defense export dash amount 50,000 crores, 25,000 crores, 30,000 crores, അങ്ങനെയുള്ള ഓപ്ഷൻസ് കാണും. അപ്പൊ എന്താണ് ആൻസർ? 50,000 crores 2029 കൂടി. അപ്പം അതൊരു ന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ട്. അത് ഇതിൽ പറയുന്നുണ്ട് 50,000 crores. ഇതാ ഇവിടെ പറയുന്നുണ്ട് 50,000 crores by 2000. ഇത് രാജ്നാഥ് സിംഗ് പറഞ്ഞു. അത് ഇന്ത്യക്ക് ഈസിലി അച്ചീവബിൾ ആണ്. കാര്യം ആ രീതിയിലാണ് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഉപേന്ദ്ര ദ്വിവേദിയുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പിന്നെ താഴോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ 1984 ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ട്രാജഡി യൂണിയൻ കാർബൈഡ് ഗ്യാസ് ലീക്കേജ്. അന്നുണ്ടായ അവശിഷ്ടങ്ങള് 40 years കഴിഞ്ഞിട്ടും സ്റ്റിൽ അത് അവിടെ കിടക്കുമായിരുന്നു. അത് അവിടെ നിന്ന് പിന്നീട് ട്രാൻസ്ഫർ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അത് ഇപ്പൊ പീതാംബൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെയുള്ള ആൾക്കാർ ഇപ്പൊ സുപ്രീം കോടതി പോയി അങ്ങോട്ട് മാറ്റാൻ പാടില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ദ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ സ്റ്റേയിങ് ദെയർ എന്ന് പറഞ്ഞ അവര് ഇപ്പം സമരത്തിന് ഇറങ്ങിയേക്കുക, സുപ്രീം കോടതി കേസിന് വായിക്കുക. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ RFID ടാക്സ് ഒക്കെ ഉപയോഗിച്ച് മഹാകുംഭമേളയിൽ പ്രയാഗ്രാജിൽ നടക്കാൻ പോകുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ട്രാക്ക് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. നല്ലതാണ് കാര്യം. അത്രയും വലിയ 40 കോടി ആൾക്കാർ അവിടെ പിന്നീട് വരാൻ പോകുന്നു. അപ്പം ചിലപ്പം വളരെ അൺടുവാർഡ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവും, ആൾക്കാരെ കാണാതെ പോവാം. അവരെയൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി RFID ടാഗ് കൊടുക്കാൻ പോകുന്നു. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ച സംഭവമാണ് ഈ സംഭവം, കുംഭമേള. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റ്, യുനെസ്കോയുടെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ പാരീസ്. അവര് പല ലിസ്റ്റുകൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ച സംഭവമാണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഓക്കെ, പിന്നെ ശിവജി, ഛത്രപതി ശിവജി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മറാഠ വാരിയർ കിങ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഇന്ത്യൻ ആർമി ലഡാക്കിലെ പാങ്കോങ് ലേക്ക് ബാങ്കിൽ സ്ഥാപിച്ചു. അത് നടന്നിരിക്കണം. ലഡാക്കിലെ പാങ്കോങ് ലേക്കിലാണ് ശിവാജി സ്റ്റാച്യു സ്ഥാപിച്ചത്. ചിലപ്പോൾ ഒരു എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ബിസിനസ് പേജ് ആണ്. ബിസിനസ് പേജിൽ നമുക്ക് പറയാനുള്ള വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ബാങ്കുകളുടെ ഹെൽത്ത് ട്രമൻഡസ്ലി ഇംപ്രൂവ്ഡ് ആസ് പെർ ദ ലേറ്റസ്റ്റ് FSR report of Reserve Bank of India. What is FSR? Financial Stability Report. What is FSR? Financial Stability Report. Again, it is a question being asked in various bank exams because sometimes there will be questions like this. Who is preparing FSR, Financial Stability Report? RBI is preparing FSR, Financial Stability Report. And second question is, what is the expansion of FSR, Financial Stability Report? Our Financial Stability Report, the health of Indian banks have tremendously improved because of the fact that they are able to reduce the GNPA,
to around 2% GNPA. What is GNPA? Gross non-performing asset. Gross non-performing asset. What is non-performing asset? A bank's asset is the loan they are giving. What is a bank's asset? The loans they are giving to the customers. If a customer is not repaying that loan within loan or its interest within not within 90 days, ഇങ്ങനെയാണ് പറയേണ്ടത്. അതായത് ഒരു കസ്റ്റമർ അതിൻ്റെ ലോണിൻ്റെ പ്രിൻസിപ്പിളോ ഇൻട്രസ്റ്റോ ദേ ആർ നോട്ട് പേയിങ് ഈവൻ ആഫ്റ്റർ they are not paying, then after 90 days the bank will classify that loan as a non-performing asset. If a customer is not paying principal or interest of the loan being taken by him for 90 days, then after the elapsing of 90 days, after passing of 90 days, the banks will be forced to classify that loan as NPA, non-performing asset, as per the norms of, അല്ലെങ്കിൽ as per the directions of Reserve Bank of India. അപ്പോൾ ആ NPA ബാങ്കുകളെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രോബ്ലമാണ്. ആ NPA കുറയ്ക്കുക എന്നുള്ളതാണ് ബാങ്കുകളുടെ ഹെൽത്ത് കൂട്ടാൻ ഏറ്റവും നല്ല മാർഗം. ഒരു സമയത്ത് ഇന്ത്യയിലെ ബാങ്കുകളുടെ NPA 10% വരെ കൂടിയതായിരുന്നു. അന്ന് ബാങ്കുകൾ പലതും പൊളിഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ വന്നു. ഇപ്പം എന്താ ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി കൂടി. അതുകൊണ്ടാണ് ഈ NPA നല്ല രീതിയിൽ കുറഞ്ഞു. ഇപ്പം 2.6% ഉള്ളൂ. കഴിഞ്ഞ 12 വർഷത്തെ ഏറ്റവും കുറഞ്ഞ NPA ആണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂ FSR ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിവ്യൂ ബാങ്ക് RBI നടത്തുന്ന പോലെ തന്നെ RBI നടത്തുന്ന വേറൊരു റിവ്യൂ ആണ് AQR അസറ്റ് ക്വാളിറ്റി റിവ്യൂ. അതും ചോദിക്കാം. AQR അസറ്റ് ക്വാളിറ്റി റിവ്യൂ നടത്തുന്ന ആരെന്നും ചോദിക്കാം. ഓക്കെ, പിന്നെ ഫോറിൻ പേജില് ജിമ്മി കാർട്ടറിന്റെ മരണം, പിന്നെ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക് യോളിന്റെ ഇംപീച്ച്മെന്റ്, അതിനെ കുറിച്ച് ഇന്നലെ എഡിറ്റോറിയൽ വരെ ഡിസ്കസ് ചെയ്തതാണ്. റഷ്യ ഒരു അസർബൈജാൻ പ്ലെയിൻ അറ്റാക്ക് ചെയ്ത് തകർത്തതിനെ കുറിച്ച്, അസർബൈജാന്റെ ക്യാപിറ്റൽ ബാക്കുവിന്റെ പേരൊക്കെ ഇവിടെയുണ്ട്. സൗത്ത് കൊറിയയിലെ പ്ലെയിൻ ആക്സിഡന്റിനെ കുറിച്ച്, താലിബാന്റെ ചില ആക്ഷൻസ് ഇൻ അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ WHO ചില ന്യൂസുകളാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഡ് ഇൻ ജനീവ, സ്വിറ്റ്സർലൻഡിലാണ് ജനീവ. WHO ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് അദനം ഗബ്രിയേസൂസ്. ടെഡ്രോസ് അദനം Ghebreyesus. Tedros Adhanom Ghebreyesus is the WHO Director General, World Health Organization Director General. Next page like sports page Border Gavaskar Trophy. What is Border Gavaskar Trophy? The Test cricket series between India and Australia is known as Border Gavaskar Trophy. Alan Border and Sunil Gavaskar, two greatest batsmen of India and Australia, and to commemorate their achievements, the Test cricket series between India and Australia is known as Border Gavaskar Trophy. India was defeated by Australia yesterday in Border Gavaskar Trophy, and Australia secured one Border Gavaskar Trophy 2-1. രണ്ട് ടെസ്റ്റ് മാച്ച് അവർ ജയിച്ചു, ഒരു ടെസ്റ്റ് മാച്ച് ഇന്ത്യ ജയിച്ചു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഗുഗേഷുമായിട്ടുള്ളൊരു ഇതൊക്കെ കാണാം. വേറെ ഒന്നുമില്ല, അത്രയൊക്കെയുള്ള പറയാൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.